നോർത്ത് ഇന്ത്യയിൽ നിന്ന് വളയും മാലയും വിൽക്കാൻ വന്നൊരു ചേച്ചിയാണത്. ധാരാളം കച്ചവടക്കാർ ഇവിടെ അണിനിരന്നിരിക്കുന്നു. ഇന്ന് 2025 മാർച്ച് മാസം 13-ാം തീയതിയാണ്. അനന്തപുരിയുടെ ആഘോഷമാണ്. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല നിവേദിക്കുന്ന ദിവസമാണ്. നമുക്ക് ആറ്റുകാൽ അമ്പലവും പരിസരവും ഒന്ന് ചുറ്റി വരാം, ഒന്ന് നടന്നു കാണാം, കുറച്ച് യാത്ര ചെയ്യാം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ ചേട്ടൻ ഇവിടെ ചെടികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. 10 ദിവസം അമ്മയെ കണ്ട സന്തോഷത്തിലാണ്. അമ്മ എല്ലാം തരത്തില്ലേ, നമുക്ക് എല്ലാം തരണത് അമ്മയാണല്ലോ. അതാ കത്തിച്ച് 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 ഇനി ചെണ്ട മുഴുകും അമ്മ. നമ്മൾ സംസാരിച്ച ആ അമ്മ കഴിഞ്ഞ 9 വർഷമായി തുടർച്ചയായി പൊങ്കാലയിടുന്നതാണ്. ആ ഏരിയ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പരിധിയിൽപ്പെട്ടതാണ്. അവിടെ ധാരാളം ആൾക്കാർ പൊങ്കാലയിടുന്നുണ്ട്. പണ്ടാരയടുപ്പിൽ തീ കൊളുത്തി എന്ന അനൗൺസ്മെൻറ്റ് കേട്ടാൽ, അല്ലെങ്കിൽ ചെണ്ടമേളം കേട്ടാൽ, കതിനുവെടി മുഴങ്ങുന്നത് കേട്ടാൽ പിന്നെ അവരുടെ നെഞ്ചിടിപ്പ് കൂടും. ഉടൻ തന്നെ അവരുടെ നിലവിളക്കിൽ നിന്ന് ദീപമെടുത്ത് അഗ്നിയായി ആ അടുപ്പിലേക്ക് ജ്വലിപ്പിക്കാനുള്ള ധൃതിയാണ് എല്ലാവർക്കും. ഇന്ന് ഏകദേശം 7 മണിക്കാണ് ഞാൻ ക്യാമറയുമായി പുറത്തേക്ക് വന്നത്. തിരുമല നിന്ന് തുടങ്ങിയ യാത്രയാണ്. ഈ യാത്രയിലുടനീളം കണ്ട കാഴ്ചകൾ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടും. ദയവായി സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ രസമാണ്. എന്തിനാണ് ഇത്രയും ലെങ്തിയായി വീഡിയോകൾ എടുക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. സമയമുള്ളവരുണ്ട് ജീവിതത്തിൽ. ഉദാഹരണത്തിന് യാത്ര ചെയ്യാൻ കഴിയാത്തവർ. അങ്ങനെയാണല്ലോ ജീവിതം. പ്രായം കൂടുന്നതിനനുസരിച്ച് പല പല പ്രശ്നങ്ങളും നമ്മൾ മനുഷ്യർക്ക് വന്നു ചേരും. നമ്മുടെ ടീനേജിൽ അല്ലെങ്കിൽ നമ്മുടെ യുവത്വത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല വാർദ്ധക്യത്തിൽ ചെയ്യാൻ പറ്റുക. ഈ പൊങ്കാല ഇടുന്നത് തന്നെ സ്ത്രീജനങ്ങൾ പറയുന്നു, ഞാൻ പറയുന്നതല്ല, മഹാഭാഗ്യം എന്നാണ്. ഒരു തവണയെങ്കിലും ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസം, ആ ഉത്സവ ദിവസം വന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായ ഒരാൾ ഓരോ തവണയും പിന്നെ അടുത്ത വർഷത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്, ആ പൊങ്കാല ദിവസം വന്നെത്തുന്നതിന് വേണ്ടി. അതെന്താണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും ഉത്തരമില്ല. നമ്മുടെ പ്രേക്ഷകരിൽ പലരും, ഉദാഹരണത്തിന് ദുബായിലുള്ളവരുണ്ട്, മഹാരാഷ്ട്രയിലുള്ളവരുണ്ട്, അതിൽ ചിലർ ബെഡ് റെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ പൊങ്കാല കാണുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്, എല്ലാവർക്കുമല്ല. അതുകൊണ്ടാണ് ഈ പൊങ്കാലയെ ഇത്രയും ലെങ്തിയായി അവതരിപ്പിക്കുന്നത്. ഞാൻ യാത്ര തുടങ്ങിയത് തിരുമലയിൽ നിന്നാണ്. വെളുപ്പിന് 7-നാണ് ബൈക്കുമായി പുറത്തേക്കിറങ്ങിയത്. അപ്പോൾ ചിന്തിക്കും, വാഹനങ്ങൾ ഈ തിരക്കിനിടയിലൂടെ ഓട്ടിക്കാമോ എന്ന്. ഞാൻ മിക്കവാറുമൊക്കെ എൻ്റെ ബുള്ളറ്റിൻ്റെ മീറ്റർ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആ വേഗത നിങ്ങൾക്ക് അറിയാൻ പറ്റും. 20 കിലോമീറ്ററിന് താഴെ വേഗത്തിലാണ് പോകുന്നത്. തീരെ സ്ലോവിലാണ് പോകുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ നമ്മളതിനെ കുറച്ച് വേഗത്തിൽ കാണിക്കുന്നു എന്ന് മാത്രം. ഈ 20 കിലോമീറ്ററിന് താഴെ പോകുമ്പോൾ പോലും എനിക്ക് ബോധ്യമുണ്ട്, അതായത് ഇന്ന് കാൽനടക്കാർക്കാണ് പ്രാധാന്യം ഈ നഗരത്തിലുടനീളം, വാഹനങ്ങൾക്കല്ല, ഭക്തർക്കാണ് പ്രാധാന്യം. അങ്ങനെ ഈ നഗരം മൊത്തത്തിൽ അവർക്കായി വിട്ടുകൊടുത്തിരിക്കുന്ന ദിവസമാണ്. വാഹനങ്ങൾ യഥേഷ്ടം കൊണ്ടുപോകാൻ കഴിയില്ല. എല്ലായിടത്തും പോലീസ് അത് ചെക്ക് ചെയ്യുന്നുണ്ട്. വരാൻ കഴിയുന്നവർ മാധ്യമപ്രവർത്തകർ, പോലീസുകാർ, അതുപോലെ ആരോഗ്യ പ്രവർത്തകർ, ഇവർക്കൊക്കെയാണ്. പറയാൻ മറന്നുപോയി, അഗ്നിശമന പ്രവർത്തകർ ഒക്കെ. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ എല്ലാ സ്ഥലത്തേക്കും പോകാൻ കഴിയൂ. നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് അവസരം ഒരുക്കി കൊടുക്കാറുണ്ടോ കോട്ടർ ഹില്ലിൽ? എല്ലാ വർഷവും എത്ര പേരുടെ പൊങ്കാലയിടും? 200 പേര് അങ്ങനത്തെ ഒരു സാധനം കിടക്കാണ്. ഉള്ള വനത്തിൽ 12,000 പേര് അതിനകത്ത് വരും. അങ്ങനത്തെ പേരെ കിടക്കാണ്. ശരി, എല്ലാ വർഷവും കൂടിക്കൂടി വരിക. ടീച്ചർമാർ 45 ലക്ഷം പേരുണ്ടാവും എന്നാണ് പറയുന്നത്. ടീച്ചർമാരും അവരുടെ ആശ്രിതരും എല്ലാവരും വരേണ്ടത് തന്നെ. ഇടപ്പഴനിയിൽ നിന്ന് വഴുതക്കാടേക്ക്
വഴുതക്കാട് ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലൂടെ ടാഗോർ തിയേറ്ററിൻ്റെ മുന്നിലൂടെ വെള്ളയമ്പലത്തേക്ക് പോകുന്ന വഴിയാണിത്. അവിടെ നിന്ന് മാനവീയം വീഥിയിലൂടെ നമുക്ക് മ്യൂസിയത്തിൻ്റെ അവിടേക്ക് പോകാം. ഞാൻ ആദ്യമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കാണാൻ വരുന്നത്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഈ മഹാത്ഭുതത്തെ ഒന്ന് നേരിട്ട് കാണുക എന്ന് പറയുന്നത് എല്ലാവരുടെയും പോലെ എനിക്കും ഉള്ളിലുള്ള ഒരു മോഹമായിരുന്നു. ഇവിടെ റോഡിൻ്റെ ഇരുവശത്തും വളരെ സമാധാനത്തോടെ വളരെ ശ്രദ്ധയോടെ പൊങ്കാല അർപ്പിക്കാൻ കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു നിന്നും വന്നവരുണ്ട്. ഇന്നലെ വന്നവരുണ്ട്. ഈ കഴിഞ്ഞ 10-15 ദിവസമായി ഈ റോഡിന് ഇരുവശവും ഇഷ്ടിക വച്ചിട്ട് കയറ് കെട്ടി സ്ഥലം ബുക്ക് ചെയ്ത് അവരുടെ സ്ഥാനം ഉറപ്പിച്ചവരുമുണ്ടായിരുന്നു. ഇത് മാനവീയം വീഥിയാണ്. മാനവീയം വീഥിയിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ക്യൂ കണ്ടു. സന്നദ്ധ പ്രവർത്തകരോ മറ്റോ ആണ് ഭക്ഷണം നൽകുന്നത്. ഇന്ന് മിക്കതും ഫ്രീ ആണ് കേട്ടോ. കുടിവെള്ളം, ഭക്ഷണം, പിന്നെ ചില ഓട്ടോറിക്ഷകളുണ്ട്. അവരും സന്നദ്ധ പ്രവർത്തകരായി ഇന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് കനകക്കുന്നിൻ്റെയും മ്യൂസിയത്തിൻ്റെയും ഫ്രണ്ടിലൂടെയുള്ള റോഡിലൂടെയാണ്. ഇവിടെയൊക്കെ ആൾക്കാർ നിറഞ്ഞിരിക്കുന്നു. ഞാൻ ബൈക്കിലാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. കാരണം കാറിനേക്കാൾ സൗകര്യമാണ് ബൈക്കിലാകുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് പാർക്കിങ്ങിനൊക്കെ നമുക്ക് സ്ഥലങ്ങളെ കണ്ടെത്താൻ കാറിലാവുമ്പോൾ പ്രയാസമാണ്. പിന്നെ വളരെ സ്ലോയിലാണ് ഞാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 20 km/h. അതിനേക്കാൾ താണ വേഗതയിൽ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെയും പോകും. ഏറെയും ഞാൻ ശ്രദ്ധിക്കുന്നത് അവരെ തന്നെയാണ്, ഭക്തരെ. അവരുടെ ദേഹത്തൊരു പൊടി പോലും വീഴാൻ പാടില്ല. അവരെല്ലാം ദേവിയുടെ മക്കളാണ്. അവരെ അംഗീകരിക്കുമ്പോഴാണ്, അവരെ ബഹുമാനിക്കുമ്പോഴാണ്, അവരെ പരിഗണിക്കുമ്പോഴാണ് നമുക്ക് നാം ഉദ്ദേശിക്കുന്ന ഒരു ആഗ്രഹ സാഫല്യമുണ്ടാകുന്നത്, അനുഗ്രഹമുണ്ടാകുന്നത്. അവരൊക്കെ ഒരാഴ്ചയോ ഒരു മാസമോ അല്ലെങ്കിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും വ്രതമെടുത്തിട്ടാണ് പൊങ്കാലയ്ക്കായി വരുന്നത്. സ്ത്രീകൾ മാത്രമല്ല, അവരെ ഇതിന് പ്രാപ്തരാക്കുന്ന, ഏത് രീതിയിലും അവരെ സഹായിക്കുന്ന ധാരാളം പുരുഷന്മാർ, പൂർണ്ണ സജ്ജരായി നിൽക്കുന്ന പോലീസ് സംവിധാനവും അഗ്നിരക്ഷാ പ്രവർത്തകരും ധാരാളം വോളണ്ടിയേഴ്സും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയോ മതമോ സ്ത്രീയോ പുരുഷനോ ഇങ്ങനെയുള്ള വിവേചനമൊന്നും ഇന്ന് അനന്തപുരിക്കില്ല. ഇന്നേ ദിവസം ഇങ്ങനെ ചുറ്റി നടന്ന് കാണുമ്പോൾ വലിയ സന്തോഷമാണ്, എല്ലാവർക്കും സന്തോഷമാണ്. ഇത് വികാസ് ഭവനിൽ നിന്നുള്ള കാഴ്ചയാണ്. വികാസ് ഭവൻ ബസ് സ്റ്റാൻഡ്, പല ഭാഗത്തു നിന്നും ബസ്സുകൾ യാത്ര തിരിക്കുമ്പോൾ തന്നെ ഓരോ ഭക്തരും റിസർവ് ചെയ്താണ് വരുന്നത്. കാരണം തിരികെ പോകുമ്പോൾ അവർക്ക് തള്ളേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ ഒരമ്മ തെരളി ഉണ്ടാക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ തെരളി എന്നാണ് പറയുന്നത്. കുമ്പിള് കൂട്ടി ട്രയാങ്കിൾ മോഡലിൽ, ട്രയാങ്കിൾ അല്ല, ഒരു കോൺ മോഡലിൽ കൂട്ടി അതിലേക്ക് അരിമാവും ശർക്കരയും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒന്നാണത്. ഇവിടെയൊക്കെ ഇഷ്ടികയാണ് അടുപ്പ് കൂട്ടാൻ ആൾക്കാർ ഉപയോഗിക്കുന്നത്. വളരെ വിരളമായിട്ടാണ് കമ്പി കൊണ്ടുള്ള അടുപ്പ് ഇത്തവണ ഞാൻ കണ്ടത്. വികാസ് ഭവൻ്റെ താഴെയാണ് കേട്ടോ ഈ ജംഗ്ഷൻ. ഗൗരീശപട്ടത്തേക്കും കണ്ണേറ്റുമുക്കിലേക്കും ഒക്കെ തിരിയുന്ന സ്ഥലം. എല്ലാ അമ്മമാരും സഹോദരിമാരും വലിയ സന്തോഷത്തിലാണ് ഇന്നേ ദിവസം. അതിൻ്റെ കാരണം എന്തെന്നറിയോ? അവർ അമ്മയെ അടുത്ത് കാണുന്നു എന്ന വിചാരം, അവരമ്മയിലേക്ക് എത്തി എന്ന സങ്കല്പം. അത് മോഹമല്ല കേട്ടോ, അവരുടെ അനുഭവമാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം PMG ആണ്, അറിയാലോ അല്ലേ? PMG എന്ന് പറയുന്ന തിരക്കുള്ള സ്ഥലത്തു പോലും അങ്ങിങ്ങായി പൊങ്കാല അർപ്പിക്കാൻ എത്തിയവർ
അടുപ്പ് കൂട്ടാനൊക്കെ ശ്രമിക്കുന്നത് കാണാൻ കഴിയും. ഇത് എന്തിനുള്ള പ്രിപ്പറേഷനാണ്? മണ്ടപ്പുറ്റും പായസവും മാത്രമാണോ വയ്ക്കുന്നത്? തെരളിയുണ്ട്. അപ്പോൾ 3 ഐറ്റംസ് ഉണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ നെടുമങ്ങാട് പാങ്കുഴിന്നാ? ആരനാട് റൂട്ടാ? വെഞ്ഞാറമൂട്. എല്ലാ വർഷവും ഇടാറുണ്ടോ? വെഞ്ഞാറമൂട് ചുള്ളാള റൂട്ടാണോ? ഓക്കെ. എത്ര മണിക്കാ? 10-15 എല്ലാം റെഡി ആയോണ്ട്? മണ്ടപ്പുറ്റും തെരളിയൊന്നും ഇല്ല, പൊങ്കാല മാത്രമേ ഉള്ളൂ. പായസം അല്ലേ? അമ്മ എവിടെന്നാ? ഒറ്റയ്ക്കാ വന്നേ? അല്ല, മോനും വരുമ്പോഴും. ഓ, അവിടെ ഒരാൾ കിടക്കണോ? കുഞ്ഞുണ്ട്. ശരി. ഉറക്കമാണോ? ഉറങ്ങിപ്പോയി. ശരി. എപ്പോ വന്നത്? വെളുപ്പിനെ 4 മണിയായി വരുമ്പോ. കായംകുളം. നമ്മുടെ പുതിയ നിയമസഭാ മന്ദിരം കെട്ടിടത്തിന് മുമ്പിലാണ് ഈ കാഴ്ച. ഏറെ ആൾക്കാരും രാവിലെ വന്നവരാണ്. എന്നാൽ ഇന്നലെ വന്ന ആൾക്കാരും ഇല്ലാതില്ല. ഇന്നലേക്ക് വന്നവർ ഒരുപക്ഷെ ആറ്റുകാൽ അമ്പലത്തിൻ്റെ പരിസരത്ത് കുറേ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ഈ പരിസരത്ത് വന്നവരൊക്കെ PMGയിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി തൊഴുതു മടങ്ങി വരികയാണ്. നമ്മളിപ്പോൾ പോകുന്നത് പാളയത്തുകൂടിയാണ്. തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളവർക്കറിയാം, പാളയത്തുനിന്ന് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലൂടെ നമുക്ക് തമ്പാനൂർക്ക് പോകാം. ഒത്തിരി തിരക്കുള്ള സ്ഥലത്തേക്ക്, തീരെ പോകാൻ കഴിയാത്ത സ്ഥലത്തേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ. ആ സ്ഥലം പ്രത്യേകിച്ചും മണക്കാട്, ചാലയ്ക്ക് ഉൾവശം ഒക്കെ നല്ല തിരക്കാണ്. ഇവിടെ ആശാ വർക്കർമാരുടെ പൊങ്കാലയുണ്ട്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും ആറ്റുകാൽ അമ്പലത്തിൻ്റെ സമീപത്ത് എത്താറായില്ലെങ്കിൽ കൂടി എല്ലാ സ്ഥലവും പൊങ്കാല അടുപ്പുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണാം. പൊങ്കാല അടുപ്പിൻ്റെ അടുത്ത് മിക്കവാറും ആൾക്കാർ ഉണ്ടാവണമെന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം 10 മണി കഴിഞ്ഞ് മാത്രമാണ് പണ്ടാര അടുപ്പിൽ തീ കത്തിക്കുക. അതിനുശേഷം മാത്രമേ പൊങ്കാല ആരംഭിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ഏതെങ്കിലും അമ്പലമോ അതുപോലെ ആഹാരം നൽകുന്ന, അന്നദാനം നൽകുന്ന സ്ഥലമോ ഉണ്ടെങ്കിൽ അവരെല്ലാം അവിടേക്ക് പോയിരിക്കുകയാണ്. ആയുർവേദ കോളേജിൻ്റെ ഫ്രണ്ടിലൂടെ നമ്മൾ തമ്പാനൂർക്ക് വന്നു. ഈ കാണുന്നത് ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചയാണ്. ആ സ്കൂളിൻ്റെ മുൻവശത്ത് ഇരുവശത്തും പിന്നെ അതിൻ്റെ ട്രാഫിക് ഐലൻഡ് വരുന്ന ഭാഗത്തുമൊക്കെ ഭക്തർ പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവഴിയൊന്നും അങ്ങനെ അധികം വാഹനങ്ങളും വരുന്നില്ല. KSRTCയുടെയും മറ്റും വാഹനങ്ങൾ പോകുന്നുണ്ട് എന്നേ ഉള്ളൂ. അതും വളരെ ശ്രദ്ധയോടെ തന്നെയാണ് ആ വാഹനങ്ങളെ ഓടിച്ചു പോകുന്നതും. ഇങ്ങോട്ടിങ്ങോട്ട് വരുംതോറും സ്വാഭാവികമായി തിരക്ക് കൂടുന്നുണ്ട്. കാരണം തമ്പാനൂരും റെയിൽവേ സ്റ്റേഷനും ഒക്കെ വരുന്ന സ്ഥലമാണ്. ഇപ്പോഴും ധാരാളം യാത്രക്കാർ ആറ്റുകാൽ അമ്മയുടെ സമക്ഷം പൊങ്കാല അർപ്പിക്കണമെന്നുള്ള മോഹത്തോടെ ദൂരെ നിന്നും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ കാഴ്ചകളെ നമുക്ക് കാണാം. എത്ര രസമാണെന്നോ ഇന്ന് ഇങ്ങനെ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുക. ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാർ. ദാഹിക്കുന്ന ആളിന് ദാഹജലം ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ ദാഹജലം നൽകുന്നു എന്ന് പറയുന്നവർ, അതായത് ദാനം ചെയ്യുന്നവനും വാങ്ങുന്നവനും ഒരേ ചിന്താഗതിയുള്ളവർ. അങ്ങനെയുള്ള ഒരു ദിവസം ഇത് വളരെ അത്ഭുതമാണ്. ഇന്ന് ഇവരെല്ലാം ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് റെയിൽവേ സ്റ്റേഷൻ. ഈ സ്ഥലത്തൊക്കെയുള്ള തിരക്ക് നോക്കൂ. പക്ഷെ ഒന്നിനും ഒരു തടസ്സമില്ല കേട്ടോ, ഒന്നിനും ഒരു കുറവുമില്ല. ശരിക്കും വെള്ളം എത്തിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും വേണമെങ്കിൽ ഇങ്ങനെ തന്നെ പറയാം, മുക്കിലും മൂലയ്ക്കുമൊക്കെ അന്നദാനമുണ്ട്. ആരും ഇന്നത്തെ ദിവസം വിശന്നിരിക്കണ്ട.
ആരും ഒന്നിനും ഇന്നത്തെ ദിവസം പരാതിയും പറയണ്ട. ജീവിതത്തിൻ്റെ ഏത് സങ്കടത്തിനും നിവർത്തിയാണ് അമ്മ. ഇത് ഭക്തർ പറയുന്നതാണ് കേട്ടോ. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ആറ്റുകാൽ ദേവി. ഈ അമ്മയുടെ അടുത്തേക്ക് പൊങ്കാലയിടാൻ വരുന്നവർ എല്ലാ പ്രായക്കാരുമുണ്ട്. ഒരുപക്ഷെ വരാൻ കഴിയാത്തവർക്ക് മനസ്സ് വേദനിക്കേണ്ട, അടുത്തൊരു ദിവസം അവർക്ക് അതിനൊരു അവസരവും കിട്ടും, അടുത്ത വർഷം അവസരം കിട്ടും. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ പൊങ്കാലയിടാൻ ഇവിടെ വന്ന് ചെയ്യാൻ കഴിയാത്തവർ അന്നേ ദിവസം അവരവരുടെ ഭവനങ്ങളിൽ പൊങ്കാല ഇടുന്നുണ്ട്. അങ്ങനെയുമുണ്ട്. ദേവി പൂർണ്ണ മനസ്സോടെ നൽകുന്ന എന്തും സ്വീകരിക്കും, അതിന് സംശയമൊന്നുമില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ദേവിയല്ലാതെ ആരോടാണ് നമ്മൾ പറയുക? കണ്ടില്ലേ, നമ്മൾ ഏകദേശം ആറ്റുകാൽ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താറായി കേട്ടോ. ഇവിടെ കണ്ണേറ്റുമുക്ക്, ആര്യശാല ഭാഗങ്ങളിലൊക്കെ ഇതൊക്കെ കരമനയാറും കിള്ളിയാറും ഒക്കെ ചേരുന്ന ആ സ്ഥലങ്ങൾ, ആ ഭാഗങ്ങളൊക്കെ ആറ്റുകാൽ അമ്മ, ആറ്റുകാൽ ദേവീക്ഷേത്രം ഈ സങ്കല്പങ്ങളുമായി വളരെ അടുത്ത് നിൽക്കുന്നതായതുകൊണ്ട് അവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ഭക്തജനങ്ങളുണ്ട് പൊങ്കാലയിടാൻ. ഇത്തവണ കിള്ളിപ്പാലത്തുനിന്ന് ആറ്റുകാലേക്ക് പോകുന്ന വഴിയായ ബണ്ട് റോഡിൽ, മെയിൻ റോഡിൽ പൊങ്കാല ഉണ്ടായിരുന്നില്ല. അതൊരു നല്ല കാര്യമാണ്. കാരണം ഏതെങ്കിലും രീതിയിലുള്ള ഉദാഹരണത്തിന് മെഡിക്കൽ ആവശ്യങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടായാൽ ആംബുലൻസിനൊക്കെ വേഗത്തിൽ പോകാനും മറ്റും ഈ റോഡ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഭാഗത്ത് പൊങ്കാലയിടാൻ ആരെയും അനുവദിച്ചില്ല. ഇടറോഡുകളിലൊക്കെ പൊങ്കാലയിടുന്നവർ ധാരാളം ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്ന ഈ ബണ്ട് റോഡ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചതായിരുന്നു അല്ലേ? ആ വീഡിയോ കാണാത്തവർ ദയവായി വീഡിയോ കാണണം. അത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അനന്തപുരിയുടെ കഥകളായിരുന്നു അതിൽ പറഞ്ഞത്. ഞാൻ ഈ കഥകളെന്ന് ഉദ്ദേശിക്കുന്നത് സംഭവങ്ങളും ഒക്കെ പിന്നെ പറയുമ്പോൾ അതെല്ലാം ഒരു കഥകളായി മാറുകയാണല്ലോ, പാസ്റ്റ്. നമ്മളിവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വളരെ സാവകാശമാണ് ഞാൻ ബൈക്ക് ഓട്ടിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആൾക്കാർ കുറുകെ ചാടും. അവർ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്, ഭക്തിയുടെ നിറവിലാണ്. ഇതുവഴി പോകുന്ന എല്ലാവർക്കും ആ ഒരു ബോധ്യം വേണം. വാഹനങ്ങൾ ഓട്ടിക്കുന്നവർക്ക് അവർ ശ്രദ്ധിച്ചു എന്ന് വരില്ല. ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്. ഇവിടെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർ, ഞാനവരെ പരിചയപ്പെട്ടു. കൊല്ലം ശാസ്താംകോട്ട എന്ന ഭാഗത്തുനിന്ന് ടൂറിസ്റ്റ് ബസ് അറേഞ്ച് ചെയ്ത് വന്നവരാണ്. ഇവരെല്ലാവരും ഒരു ദേശത്തിൽ നിന്ന് വന്നവരാണ്. മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവർ ചെയ്തിരിക്കുന്നത് കണ്ടോ? ഇലയട വരെ ഉണ്ടാക്കി നേദ്യമായി വച്ചിട്ടുണ്ട്. നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാം, കാര്യങ്ങളൊക്കെ തിരക്കാം. നിങ്ങളുടെ അത് ഇലയട കണ്ടു, അതുകൊണ്ടാണ് അമ്മയൊക്കെ എവിടുന്നാ? ഞങ്ങളൊക്കെ പോരുവഴി മലനാട് അറിയോ? മലനാട്. അതെവിടെയാ സ്ഥലം? എവിടെ? ശാസ്താംകോട്ട. ശാസ്താംകോട്ട. എപ്പോ വന്നത്? എവിടെ? ഞങ്ങൾ ഇന്നലെ രാവിലെ 4 മണിയായപ്പോ അവിടെ നിന്ന് ഇറങ്ങി 5-5:30 സുഖമായിരുന്നു. ഇവിടെ വന്നപ്പോ അമ്മയെ ദർശനം ചെയ്ത് ഇന്നലെ കയറിയില്ല, ഇന്നിപ്പോ പോയി ദർശനം. തിരക്കുണ്ടായാലും ആഹാരം എല്ലാം കഴിച്ചു. ആഹാരം മേടിക്കാൻ പോവാ. ശരി. അവരെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പെട്ടവരാണ്. അമ്മമാരുണ്ട്, കോളേജിൽ പഠിക്കുന്നവരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്. എല്ലാവർക്കും ഒരേ മാനസികാവസ്ഥയാണ് കേട്ടോ. ഇവിടെ ദേവിയുടെ മുമ്പിൽ എത്തിയാൽ ഒരേ സന്തോഷമാണ്. നിങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? രാവിലെ തിരിച്ചത്? ഇന്നലെ. ഇവിടെ കുറച്ച് വെയിലൊക്കെ വരുന്നു. പിന്നീട് കുടയൊക്കെ ഉണ്ടോ? നല്ല വെയിലുണ്ടാവും. പൊങ്കാല ഒരു അരമണിക്കൂറിലേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് തള്ളത്തോട്ട് കയറുന്നു. ഇന്നലെ ആൾക്കാർ കുഴഞ്ഞു. ഇന്നലെ
നിങ്ങൾ ടൂറിസ്റ്റ് ബസ് പിടിച്ച് വന്നതാ? പൊങ്കാല ഇടുന്ന ഇപ്പൊ ഇവിടെ പോയിട്ട് വരിക ഫുഡ് കഴിക്കാനാ? ഉത്സവത്തിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എല്ലായിടത്തും റെക്കോർഡ് പാട്ടുകളുണ്ടാവും. ഈ പാട്ടുകളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തവയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയ്ക്കൊക്കെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കാരണം നമുക്കവ ഉൾപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ പാട്ടുകളുടെ സൗണ്ട് വളരെ കുറച്ചിട്ട് ഓൺ വോയിസ് ചെയ്യുന്നത്. ഇവിടെ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ അന്നദാനമുണ്ട് കേട്ടോ. അതിൻ്റെ ക്യൂ ആണ്. നമ്മൾ ഈ ക്യൂ ഒക്കെ കാണുന്നുവെങ്കിലും ക്യൂ ഒക്കെ പെട്ടെന്ന് കഴിയും. നമ്മൾ ഒരു 50 പേരൊക്കെ ഉള്ള ക്യൂ വളരെ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോകുന്നത്. എല്ലാവർക്കും ആഹാരം കിട്ടുകയും ചെയ്യും. ആഹാരം കിട്ടുക എന്ന് മാത്രമല്ല, ആഹാരം കഴിക്കാൻ ആൾക്കാർ ചെല്ലേണ്ട താമസമേ ഉള്ളൂ. അവർ ആഹാരം കൊടുക്കും. എല്ലായിടത്തുനിന്നും അങ്ങനെയുള്ള അനൗൺസ്മെൻറ്റാണ് കേൾക്കുന്നത്. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നിങ്ങളെല്ലാവരും വന്ന് ആഹാരം കഴിക്കണം, ആഹാരം കഴിച്ചിട്ടേ പോകാവൂ എന്ന് ഇങ്ങനെ ആ രീതിയിൽ റിക്വസ്റ്റ് ചെയ്ത് ഫുഡ് കൊടുക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭക്തജനങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ, പേഴ്സ് എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുമുണ്ട് അനൗൺസ്മെൻ്റ് കേട്ടോ. ഭക്തജനങ്ങളുടെ സ്വർണ്ണമാല, പേഴ്സൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. കാരണം അറിയാമല്ലോ, മനുഷ്യർ പല തരക്കാരാണ്, പല രീതിയിലുള്ളവരാണ്. ഇന്നലെ ആ കഴിഞ്ഞ വീഡിയോ ചെയ്തിടുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ധാരാളം തിരക്കാണ് എവിടെയും. ഈ തിരക്കിനിടയിലും തിരക്ക് കൂട്ടി സാധനങ്ങൾ കവർന്നുകൊണ്ട് പോകാൻ ഉള്ള സംഘങ്ങൾ ഇവിടെ ഉണ്ട്. അവരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന ദേശത്തുനിന്ന് വന്ന ആ കൂട്ടരെല്ലാം അങ്ങനെയാണ് എന്ന് കരുതി ഒഴിവാക്കാൻ പറ്റില്ല. അത് മനുഷ്യത്വമല്ലല്ലോ. അതിൽ തന്നെ ജീവിക്കാൻ വന്നവരുണ്ടാവും. ഇനി ജീവിക്കാൻ ആ രീതിയിൽ വന്നവരിൽ തന്നെ കള്ളന്മാരും ഉണ്ടാകും. എല്ലായിടത്തും ഉണ്ട്. അതൊക്കെ മനുഷ്യരുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടല്ലോ. അമ്മ എങ്കേന്ന് വരുത്? തെങ്കാശിന്ന് വരുതാ? 9வது வருஷம் வரோம். எவ்வளவு? 9வது வருஷம். 9வது வருஷம். அந்த மாத்திரம் தேவியோட ரொம்ப புள்ளிய நல்லா இருக்கு. எங்களுக்கா வரணும், எங்க புள்ளிய நல்லா இருக்கணும். அதுக்கு தான் എല്ലാം நல்லா இருக்கும்மா. சரியா? കടവുളെ നമ്മോടൊപ്പം ജീവിക്കുന്ന ദേവി താനെ. ആ അമ്മമാർ പറഞ്ഞു കേട്ടോ. എല്ലാവരുടെയും ആവശ്യം ഇതാണ്. അവർ പറഞ്ഞത് ഇതാണ്: ഞങ്ങളുടെ മക്കൾ നല്ലവരായി വളരണം, നന്നായിരിക്കണം എന്ന്. എല്ലാ അമ്മമാരുടെയും സങ്കല്പത്തിൽ മക്കളോടുള്ള വാത്സല്യമല്ലാതെ, സ്നേഹമല്ലാതെ പിന്നെന്താണ്? അമ്മമാരുടെ ആ സങ്കല്പത്തിനോടൊപ്പം പുറത്തുപോയി കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അമ്മയും ജോലിക്ക് പോകും. എങ്കിലും അച്ഛനും അമ്മയ്ക്കും ഒക്കെ മക്കൾ തന്നെയാണ് വലുത്. അതുകൊണ്ട് ഈ പൊങ്കാലയിടാൻ വന്ന മിക്കവാറും അമ്മമാരോട്, നമ്മളിപ്പോൾ ക്ഷേത്ര പരിസരത്ത് എത്തി കേട്ടോ. ആറ്റുകാല അമ്പലത്തിൻ്റെ പരിസരത്തെത്തി. ഇവിടെയാണ് അംബിക അംബാലിക ആ വലിയ ഓഡിറ്റോറിയം ഉള്ളത്. അതിൻ്റെ ചുറ്റും ആൾക്കാർ നിറഞ്ഞിരിക്കുന്നത് കാണാം. ഒത്തിരി ഭക്തജനങ്ങൾ ഇവിടെ വന്ന് നിറഞ്ഞു. അതനുസരിച്ച് തന്നെ നമ്മുടെ ഭരണ സംവിധാനം അതിനുള്ള അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ധാരാളം പോലീസുകാരുണ്ട്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഗ്നിരക്ഷാ പ്രവർത്തകർ ധാരാളമുണ്ട്. ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് തിരക്കിയായിരുന്നു എത്ര പോലീസുകാർ വരും ഏകദേശമെന്ന്. അദ്ദേഹം പറഞ്ഞു, അങ്ങനൊരു കണക്ക് പറയാൻ കഴിയില്ല. പല സംവിധാനങ്ങളിലൂടെ, പല സെഗ്മെൻറ്റിലൂടെ ധാരാളം പോലീസുകാരുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 50 പേർക്ക് ഒരു പോലീസുകാരൻ എന്ന രീതിയിലെങ്കിലും ഉണ്ടാവും. അവരെല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും അസാധാരണമായി ഈ കൂട്ടത്തിൽ കണ്ടാൽ ഉടൻ അവർ അതിലിടപെടും. അത് കള്ളനെ പിടിക്കുന്നതിലായാലും ശരി, ആർക്കെങ്കിലും വയ്യാതായാലും ശരി. അതുപോലെ തന്നെ ഈ കൂട്ടം തെറ്റുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എപ്പോഴും അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് കേൾക്കാം. കൂട്ടം തെറ്റിയ ആൾ പോലീസ് കൺട്രോൾ റൂമിൽ നിന്നിട്ട്, പോലീസ് കൺട്രോൾ റൂം എവിടെയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ച് അവർ കാണിച്ചു തരും. അവിടെ നിന്നിട്ട് അവർ പറയും, ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വന്നവരാണ്, ഞാൻ ഇന്ന ആളോടൊപ്പം വന്നവരാണ്, അവരെ കാത്ത് നിൽക്കുകയാണ് എന്ന്. ശബരിമലയിൽ കേൾക്കുന്ന പോലെ തന്നെ ആ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടം തെറ്റുന്നവർ ശ്രദ്ധിക്കണം ഒരുമിച്ച് പോകുമ്പോൾ. അങ്ങനെ നമ്മൾ നടന്ന് അമ്പലത്തിൻ്റെ സമീപത്ത് എത്തിയിട്ടുണ്ട്. ഈ വലിയ ഓഡിറ്റോറിയം കാണുമ്പോൾ നിങ്ങൾക്കറിയാം, വടക്ക് ദർശനമുള്ള
ആറ്റുകാൽ അമ്പലത്തിൻ്റെ നടയുടെ വലത് ഭാഗത്താണ് ഈ ഓഡിറ്റോറിയം ഉള്ളത്. ആ ഭാഗത്ത് തന്നെ ഇവിടെ ദാഹജലം സൗജന്യമായി നൽകുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്ന ആ സമയം സമാഗതമാവുകയാണ്. ഉടൻ തന്നെ പണ്ടാര അടുപ്പിൽ തീ കത്തിക്കും. അമ്പലത്തിൻ്റെ നടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ നമ്മുടെ പോലീസ് സുഹൃത്തുക്കൾ ഉണ്ട്. അവരെല്ലാം എപ്പോഴും ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വളരെ സന്നദ്ധതയോടുകൂടി അവർ ജോലി ചെയ്യുകയാണ്, ഡ്യൂട്ടി ചെയ്യുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് കാണാം, പല സ്ഥലങ്ങളിലായ അമ്മമാർ ഇരിക്കുന്നുണ്ട്. വെയിലിന് ശക്തി കൂടുന്നുണ്ട്, നല്ല ചൂട്. ആ ചൂട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഇവിടെ വന്ന് നിരക്കുന്നുണ്ട്, VIP മാരൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗേറ്റിലൂടെ ഉള്ള എൻട്രിക്ക് നിയന്ത്രണമുണ്ട്. ധാരാളം പോലീസുകാരവിടെയുണ്ട്. കേന്ദ്രമന്ത്രിമാരും മറ്റു രാഷ്ട്രീയ നേതാക്കളുമൊക്കെ അതുവഴിയാണ് കടന്നു വരുന്നത്. അമ്പലത്തിൻ്റെ മുൻവശത്ത് വലിയ ഒരു എക്സിബിഷൻ സ്റ്റാളുണ്ട്. ഇവിടെ ധാരാളം സാധനങ്ങളുണ്ട്. പിന്നെ ഈ അമ്പലത്തിൻ്റെ നടയിൽ നിന്നുള്ള കാഴ്ച ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. നല്ല വെയിലത്ത് കുടചൂടിയിരിക്കുന്ന അമ്മമാരെ കാണാം. അതുപോലെ പരിസര പ്രദേശത്തുള്ള കെട്ടിടങ്ങൾ, പറമ്പുകളും ഒക്കെ പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവിടെ എല്ലാം ധാരാളം ഭക്തർ ഉണ്ട്. ആ കൂട്ടത്തിൽ തന്നെ മറ്റു ചില ജീവിതങ്ങളും നമുക്ക് കാണാൻ പറ്റും. ധാരാളം മയിൽപ്പീലികൾ കൊണ്ടുവന്ന് വിൽക്കാൻ വന്നവർ, ഒപ്പം വന്ന് തളർന്നുറങ്ങുന്നവർ, അങ്ങനെ പലരും. ഇതാണ് അമ്പലത്തിൻ്റെ നേരെ നടയിൽ നിന്നുള്ള കാഴ്ച. അവിടെയൊക്കെ പോലീസുകാരുണ്ട്. ധാരാളം സെലിബ്രിറ്റീസ് ഇന്ന് പൊങ്കാലയിടുന്നുണ്ട്. ഞാൻ ക്യാമറയുമായി അവരുടെ അടുത്തേക്ക് പോയില്ല. കാരണം മെയിൻ സ്ട്രീമിലുള്ള ചാനലുകൾ അവരെല്ലാം TV-യിൽ കാണിക്കുന്നുണ്ടല്ലോ. സിനിമാ താരങ്ങൾ, അതുപോലെ രാഷ്ട്രീയ ഉന്നത തലങ്ങളിൽ വിഹരിക്കുന്നവർ ഒക്കെയുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭക്തരെയാണ്. കാരണം അവരാണ് ത്യാഗം സഹിച്ച് വളരെ ദൂരെ നിന്ന് കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നത്, ട്രെയിനിലും ബസ്സിലുമൊക്കെ. ഈ കുട്ടികളൊക്കെ വോളണ്ടിയേഴ്സാണ്. അതുപോലെ ഡ്യൂട്ടി ഇല്ലാത്ത പോലീസുകാരൊക്കെ ഉണ്ട്. അവർ മറ്റുള്ള സഹപ്രവർത്തകരോടൊക്കെ സംസാരിക്കുന്നു. അതൊക്കെ നമ്മളിങ്ങനെ വീഡിയോയിൽ പകർത്തി. പാവം, എല്ലാവരും ഒരേ മനസ്സോടെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ ഓരോ വർഷവും അമ്മയുടെ തിരുനടയിൽ പൊങ്കാല ഇടാൻ വരുന്ന ഭക്തർക്ക് മറ്റൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഇരിക്കുന്നത്. അതിൽ നമുക്ക് നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട്. അതിൽ നമ്മുടെ നഗരസഭ ഭരണ സംവിധാനമുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ നഗരസഭ ഭരണ സംവിധാനം ചെറിയ കാര്യമല്ല ചെയ്യുന്നത്. കാരണം ഈ പൊങ്കാലയൊക്കെ ഇട്ട് ഇഷ്ടികയും അതുപോലെ ഇതിൻ്റെ ചാരവും ഒക്കെ നമ്മുടെ നഗരത്തിലുടനീളം ഉണ്ടാവും. അത് വലിയ മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കഴിഞ്ഞ തവണയും ഒക്കെ നമ്മുടെ നഗരസഭ ജാഗരൂകരായിരുന്നു. ഉടൻ തന്നെ അവരത് ക്ലീൻ ചെയ്യും. 14,000-ഓളം ജോലിക്കാരെ നിർത്തിയാണ് മണിക്കൂറുകൾക്കകം നഗരം വൃത്തിയാക്കുന്നത്. ഭരണ സംവിധാനം, പോലീസ് സംവിധാനം, പിന്നെ സാധാരണ ജനങ്ങൾ, സർവ്വ മതങ്ങളിലും പെട്ടവർ ഇന്ന് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വരുന്ന ഭക്തരോട് വളരെ കരുണയോടുകൂടി സ്വതന്ത്ര ചിന്താഗതിക്കാരായിട്ടാണ് പെരുമാറുന്നത്. ഇന്ന് ആരും ആരുടെ ഗേറ്റും പൂട്ടിയിട്ടയ്ക്കില്ല. മതമേതായാലും അവർ തുറന്നു കൊടുക്കും. വെള്ളമെടുക്കാനും പൊങ്കാല ഇടാനും ഉള്ള അവസരങ്ങൾ മണക്കാട്, കരമന, കിള്ളിപ്പാലം ഈ ഭാഗത്തൊക്കെ അതാണ് കാണുന്നത്. വാർത്തകളിൽ നമ്മൾ കണ്ടില്ലേ, ഏതാനും പള്ളികൾ വരെ അവരുടെ ഗേറ്റ് തുറന്നു കൊടുത്തു, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും വെള്ളമെടുക്കുന്നതിനും മറ്റും. അതാണ് നമ്മൾ കാണുന്ന ആ ഒരു മനുഷ്യത്വം. എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾ ഉണ്ടെങ്കിലും മതത്തെക്കാളും മനുഷ്യത്വത്തിന് വില നൽകുന്ന മനുഷ്യൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഭാവം, ആത്മാർത്ഥത, അതിലേക്ക് ഇറങ്ങി വരാൻ കഴിയുന്നൊരവസരം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല. ഇവിടെ ഒരു സുഹൃത്ത് പെറ്റ് ഷോപ്പിലെ ഏതാനും പെറ്റ്സിനെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. അവിടെയും കുറച്ച് ആൾക്കാർ കൂടിയിട്ടുണ്ട്, ആൾക്കൂട്ടമുണ്ട്. അങ്ങനെ കാഴ്ചകളുടെ സമ്പന്നതയുമാണ്
ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ഒരുപക്ഷെ അത് പലർക്കും അറിഞ്ഞുകൂടാത്ത ഒന്നാണ്. ഒരു ഉത്സവത്തിൻ്റെ ലഹരി, ആ ലഹരിയിലൂടെയാണ് അനന്തപുരി കടന്നു പോകുന്നത്. ഒപ്പം തീർച്ചയായും ഭക്തിയുടെ നിറവുമുണ്ട്. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്, വളരെ സംതൃപ്തിയോടെ സന്തോഷത്തോടെ നിവേദ്യം അർപ്പിക്കുന്നവരുണ്ട്. രണ്ട് കാറ്റഗറിയുമുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നിറകണ്ണുകളോടെ നിൽക്കുന്ന അമ്മമാരെയാണ്. ജീവിതം അതാണല്ലോ. ജീവിതത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. അല്ലെങ്കിൽ അത് ജീവിതമല്ല. പലരും പരിഭവിക്കുന്നത് എൻ്റെ ജീവിതം ഇങ്ങനെ ദുഃഖപൂരിതമായി പോയല്ലോ എന്ന് ഓർത്തിട്ടാണ്. ആ ഒരു പരിഭവമാണ് അവരെ ഡിപ്രഷനിലേക്ക് കൊണ്ട് നയിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. ഈ ജീവിതത്തിൻ്റെ വ്യാകരണം തന്നെ, അർത്ഥതലം തന്നെ അങ്ങനെയാണ്. കുറച്ച് കഷ്ടപ്പാടുകൾ, പിന്നെ കുറച്ച് സന്തോഷം. അങ്ങനെ ഈ മോട്ടിവേഷൻ ഡിസ്കഷൻ, മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നവർ പറയും സന്തോഷം നമ്മൾ കണ്ടെത്തണമെന്ന്. ശരിക്കും ഇതൊക്കെ തന്നെയല്ലേ കണ്ടെത്തുന്ന സന്തോഷം? ഇവിടെ ഈ കാണുന്നത് പൊങ്കാലയൊക്കെ അർപ്പിച്ച് നിവേദ്യം ഇത്തവണ ദേവിക്ക് നേദിച്ചത് 1:15 ആ നിവേദ്യമാണ് നമ്മളവിടെ കണ്ടത്. ഇവിടെ ഇപ്പോൾ നമ്മളോട് ചിരിച്ച ചേച്ചി അവിടെ ഈ പാത്രം വിൽക്കാൻ വേണ്ടിയിട്ട് തെങ്കാശിയിൽ നിന്ന് ഇവിടെ വന്നവരാണ്. അവർ അതൊക്കെ പാക്ക് ചെയ്തെടുക്കുകയാണ്. ഈ 2 കുട്ടികൾ ഇവിടെ സെൽഫിയൊക്കെ എടുത്തിരിക്കുകയാണ്. അങ്ങ് താഴെ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പൊങ്കാല നടക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും ഒന്നു മാത്രം, ആറ്റുകാൽ അമ്മയുടെ സമക്ഷം ഭക്തിപൂർവം അർപ്പിക്കുന്ന പൊങ്കാല തയ്യാറാക്കുന്ന ആ സന്തോഷം മാത്രമാണ് എവിടെയും. അത് സന്തോഷം മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സംസാരിച്ചുവല്ലോ, ഈ കാണുന്നവരോടൊക്കെ സംസാരിക്കും, അതൊരു സംതൃപ്തി കൂടെയാണ്. ഇവർ 2 പേർ ഞാൻ ഇതുവഴി വരുന്ന സമയത്ത് അവർ സെൽഫിയൊക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു. അവർക്കും ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. എല്ലാവർക്കും സന്തോഷം. ഇവിടെ ആറ്റുകാൽ അമ്പലത്തിൻ്റെ ഏകദേശം അടുത്ത് തന്നെ ഉള്ള ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ഭാഗമായി നടക്കുന്ന പൊങ്കാല ആണുങ്ങളാണ് ഇടുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ വന്നപ്പം ഈ സഹോദരി സംഭാരം തരാമെന്ന് പറഞ്ഞു. നല്ല റിഫ്രഷ്മെൻറ്റ് നൽകിയ ഒരു സംഭാരമാണ് ആ അനിയത്തിക്കുട്ടി തയ്യാറാക്കി തന്നത്. നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പം അയ്യോ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുവെങ്കിലും സമ്മതിച്ചു വീഡിയോ എടുക്കാൻ. ഞാൻ കാശ് കൊടുത്തപ്പോൾ പറഞ്ഞു ഇത് എനിക്ക് കാശ് വേണ്ട, സൗജന്യമായിട്ടാണ് ഞാൻ തന്നത്, എല്ലാവർക്കും അല്ല, നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ആ ഒരു സ്നേഹം കൊണ്ട് തന്നത്. ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടോ, നിറഞ്ഞു പൊങ്ങുന്ന പൊങ്കാല. പൊങ്കാല എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്, നിറഞ്ഞ് പൊങ്ങുക എന്നുള്ള അത്. അങ്ങനെ നിറഞ്ഞ് കവിയുമ്പോഴാണ് അത് പൊങ്കാല അർപ്പിച്ച ആൾക്കാരുടെ മനസ്സിൽ അത്രമാത്രം ഒരു സംതൃപ്തി വരുന്നതും. പറയും ഇത് ദേവിയുടെ നല്ല കടാക്ഷം കിട്ടിയിരിക്കുന്നു എന്ന് പറയും, അങ്ങനെ നിറഞ്ഞ് കവിയുന്ന സമയത്ത്. ശരിക്കും നമ്മളിതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മൺകുടമില്ലേ, മൺകുടം എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും പൊങ്കാലയ്ക്ക് വേണ്ടി നമ്മൾ അതിലേക്കിടുന്ന അരി, നമ്മുടെ മനസ്സും, അതിൽ ചേർക്കുന്ന ബാക്കി അസംസ്കൃത വസ്തുക്കളുണ്ടല്ലോ, പായസത്തിൽ ചേർക്കുന്ന ശർക്കരയും മറ്റും, തേങ്ങ ചിരകിയത്, ഇതൊക്കെ നമ്മുടെ ചിന്തകളുമാണ്. അപ്പോൾ ഈ മൺകുടത്തിൽ മനസ്സിനെയും ചിന്തകളെയും ചേർത്ത് ഒരു യജ്ഞശാലയിൽ എന്ന പോലെ അഗ്നിയിൽ ഹോമിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഒരു നിവേദ്യം കിട്ടും, പായസം. ആ പായസം എന്ന് പറയുന്നത് ശരീരവും മനസ്സും അഗ്നിക്ക് കൊടുത്തപ്പോൾ കിട്ടുന്ന സ്ഫുടം ചെയ്ത ജീവനാണത്രേ. ആ സ്ഫുടം ചെയ്ത ജീവനെ ദേവിയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്കാണ് സർവ്വ ഐശ്വര്യങ്ങളും പ്രാർത്ഥനാ ഫലങ്ങളും ഉണ്ടാവുക. ഇത് പലതരത്തിലുള്ള അർത്ഥതലങ്ങളിലും വ്യാകരണങ്ങളിലും നിൽക്കുമ്പോഴും ഈ പുകയിൽ, ഈ ചൂടിൽ, ഈ ചൂടെന്ന് പറഞ്ഞാൽ ചെറിയ ചൂടല്ല കേട്ടോ, നല്ല വെയിലാണ്. ഈ ചൂടിൽ നിന്ന് ഈ യാഗശാലയായി മാറുന്ന അനന്തപുരിയിൽ നിൽക്കുന്ന ഓരോരുത്തരും ഒരു ജന്മപുണ്യമായി കരുതുന്ന ഒന്നാണ് ആറ്റുകാൽ പൊങ്കാല. ഒരു തവണയെങ്കിലും ഞാൻ പറയുന്നു വന്നിട്ടുണ്ട് എങ്കിൽ, ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ, അടുത്ത പൊങ്കാല വരുന്നതുവരെ പിന്നെ ഒരു കാത്തിരിപ്പാണ്. അടുത്ത പൊങ്കാല വരുമ്പോൾ എനിക്ക് ആ പൊങ്കാലയ്ക്ക് പോകണം എന്ന
ആവേശമില്ലാത്ത ഒരൊറ്റ ഭക്തമനസ്സും ഉണ്ടാവില്ല, ഉറപ്പ്. ഇത് വെറുതെ പറയുന്നതല്ല. പലരോടും സംസാരിച്ചപ്പോൾ പല അമ്മമാരും പല സഹോദരിമാരും അങ്ങനെയാണ് പറഞ്ഞത്. അത്രമാത്രം സന്തോഷം. ഒരു സ്ത്രീകൾ രാത്രിയും ഇന്നലെ രാത്രിയുമൊക്കെ ധാരാളം പേർ അങ്ങിങ്ങായി വന്ന് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. അവർ വളരെ സ്വാതന്ത്ര്യത്തോടെ ഈ നഗരത്തിൽ എവിടെ വേണോ അവർക്ക് പോകാം. അവരെ സംബന്ധിച്ച് ഇന്ന് ഫുൾ സ്വാതന്ത്ര്യമായിരുന്നു. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷം കൂടിയാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന മഹോത്സവം. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ അമ്മ ഉപ്പിലിട്ട കാരയ്ക്ക വിൽക്കാനിരിക്കുന്ന അമ്മയാണ്. അമ്മ കഴിക്കുന്നുണ്ട്. എപ്പോഴും താലപ്പൊലി ധാരാളം കുട്ടികൾ, എനിക്ക് തോന്നുന്നു എപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു താലപ്പൊലി. ധാരാളം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വേഷത്തിൽ തലയിൽ കിരീടവും പൂവുമൊക്കെ ചൂടി നടക്കുന്നുണ്ട്. ദേവിക്ക് ഇന്ന് വൈകുന്നേരമാണ് കുത്തിയോട്ടം, ആൺകുട്ടികളുടെ കുത്തിയോട്ടം. അങ്ങനെ ഈ കാണുന്ന പ്രദേശമാകെ ഒരു യാഗശാലയായി മാറിയിരിക്കുകയാണ്. ഈ യാഗശാലയുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് സർവ അന്തരീക്ഷത്തിൽ ലയിച്ചിരിക്കുന്ന സർവ്വവിധത്തിലുള്ള, ഉദാഹരണത്തിന് കൊറോണ അങ്ങനെയൊക്കെ ഉൾപ്പെടെയുള്ള ബാക്ടീരിയാസ് ഉണ്ടല്ലോ, വൈറസുകൾ, അതൊക്കെ നശിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു വ്യതിയാനം, ഒരു ചേഞ്ച് ഈ യാഗം കൊണ്ട് ഉണ്ടാകുമെന്ന്, ഈ യജ്ഞം കൊണ്ടുണ്ടാകുമെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. ഈ ശാസ്താംകോട്ടയിൽ നിന്ന് വന്ന ഇവരെ നമ്മൾ മുമ്പും കണ്ടതാണ്. ഈ ഭാഗത്തായിരുന്നു നമ്മൾ ആദ്യം വന്നത്. കാരണം നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് ഇതിനടുത്താണ്. ഇവിടെ നല്ല ചൂടത്തും കണ്ടോ ഈ കുഞ്ഞുങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, അനൗൺസ് ചെയ്യുന്നുണ്ട് തീ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്ന്. അതുപോലെ വെള്ളം തീ പടർന്നാൽ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കരുതണമെന്ന്, ഉടുത്തിരിക്കുന്ന ഡ്രസ്സിലേക്ക് തീ പടരാതെ നോക്കണമെന്ന്, ഇങ്ങനെ ധാരാളം അനൗൺസ്മെൻറ്റ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട്, ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇത്തവണ ആറ്റുകാൽ പൊങ്കാല നമ്മൾ എല്ലാ ഭാഗത്തൂടെയും പോയതാണ്. മണ്ടപ്പുറ്റും തെരളിയില്ലേ? വെള്ളമൊക്കെ ഉണ്ടോ കുടിക്കാൻ? അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇവിടെ ശാന്തി കവാടത്തിൻ്റെ അടുത്തേക്ക് വന്നു. ഞാനവിടെ വരാൻ കാര്യമുണ്ട്. കാരണം ശാന്തി കവാടം എന്താണെന്നറിയാമല്ലോ. മനുഷ്യൻ കുറേ നാൾ ജീവിച്ചു, അവസാനം ഒടുവിൽ തിരിച്ചു പോകുന്നു എന്ന് സങ്കല്പിക്കുന്ന, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ശവസംസ്കാരം നടക്കുന്ന സ്ഥലം ശാന്തി കവാടം. ആ ശാന്തി കവാടത്തിൻ്റെ അടുത്ത് പൊങ്കാലയിടുന്നവരാണിവർ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരമാകുന്ന മൺകുടം അത് നശിക്കുന്ന ഒന്നാണ്. അതിൽ നാം ജീവിക്കുന്നത് മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടുമാണ്. ചിന്തകളുടെ തന്നെ ഒരു ആലയമാണ് ഈ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഇവയെ ആ മൺകുടത്തിലിട്ട് പാകപ്പെടുത്തുകയാണ്. അപ്പോൾ ശാന്തി കവാടം എന്ന് പറയുന്നതും ഒരു സൂചനയാണല്ലോ. മനുഷ്യൻ്റെ അഹങ്കാരത്തെ അറുത്ത് കയ്യിലേന്തി നിൽക്കുന്ന ഭദ്രകാളി. അതാണ് ഭദ്രകാളിയുടെ രൂപം കാണുമ്പോൾ അറിയാം. ഒരു കയ്യിൽ ശിരസ്സാണ്. അതായത് ഈ ശിരസ്സെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാനെന്ന ഭാവത്തെയാണ്. ദേവിയുടെ മുമ്പിൽ നാം അർപ്പിച്ചു കൊടുക്കേണ്ടത് അതാണ്. ഞാനെന്ന ഭാവത്തെ ദേവിയുടെ മുമ്പിൽ നാം കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആത്മസമർപ്പണമായ പൊങ്കാല അർപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു ഭക്തൻ തീർച്ചയായും ദേവിയുടെ മുമ്പിൽ സ്വീകരിക്കപ്പെടുകയാണ്. അവൻ്റെ സങ്കടങ്ങൾ ദേവി കേൾക്കും എന്നുള്ളതിന് തർക്കമില്ല. ഈ ജീവിതത്തിലുടനീളം നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന നന്മകളാണ് ബാക്കി ഉണ്ടാവുക. ഇവിടെ നേരത്തെ നമ്മൾ കണ്ട ആ പോലീസ് ഉദ്യോഗസ്ഥർ, അവരുടെ വീഡിയോ ഞാൻ പകർത്തിയത് കൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ചാനലിൻ്റെ ഒരു കാർഡ് കൊടുത്തു. അവർക്ക് വീട്ടിൽ പോയി നോക്കാൻ വേണ്ടിയിട്ട്. അവരും നമ്മുടെ വീഡിയോയിൽ വരുമല്ലോ. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇന്നേ ദിവസം തിരുവനന്തപുരത്തിൻ്റെ അനന്തപുരിയുടെ പല ഭാഗങ്ങളിലേക്ക് പൊങ്കാല അർപ്പിക്കുന്ന ജനങ്ങളുടെ മുമ്പിലേക്ക് സാഫ്രോൺ മീഡിയയ്ക്ക് ചെല്ലാൻ കഴിഞ്ഞു. കഴിയുന്നത്ര ആൾക്കാരോട് കുശലം പറയാൻ കഴിഞ്ഞു. ഒന്നുമില്ലെങ്കിലും ഈ വീഡിയോ കാണുന്നവരിൽ പലരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ
അവർ ഈ വീഡിയോയിൽ വന്നിട്ടുണ്ടാവും, എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകും. കഴിയുന്നത്ര ദൂരം ഞാൻ എത്തി. ഇവിടെ വികാസ് ഭവനിലാണ് നമ്മൾ രാവിലെ വന്നത്. ആ വികാസ് ഭവനിൽ ഇപ്പോൾ പൊങ്കാല നേദിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സമയം ഏകദേശം 1:25 1:30 അടുപ്പിച്ചായി. 1:15 ആറ്റുകാൽ അമ്പലത്തിൽ പൊങ്കാല നേദ്യം തുടങ്ങി. അനന്തപുരിയുടെ എല്ലാ ഭാഗത്തും പൊങ്കാല ഇട്ട സ്ഥലങ്ങളിലൊക്കെയും നിവേദിക്കാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. അതിനുശേഷം ദേവിക്ക് സമർപ്പിച്ച പൊങ്കാലയുടെ ബാക്കി ഭക്തർ പൊതിഞ്ഞ് അവരുടെ ബാഗുകളിലാക്കി തിരികെ പോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഓരോ ഭക്തരും ഇവിടെ നിന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ്, വളരെ സംതൃപ്തിയോടു കൂടിയാണ് മടങ്ങുന്നത്. ആർക്കും ഒരു പരാതിയും ഇല്ല ജീവിതത്തെക്കുറിച്ച് പോലും. കാരണം അവർക്കറിയാം ഇതുവരെ അവർ അനുഭവിച്ച കഷ്ടതകളെല്ലാം അവർ ദേവിയോട് ഏറ്റുപറഞ്ഞു. ആ വേദനകളെല്ലാം ദേവിയുടെ മുമ്പിൽ അവർ സമർപ്പിച്ചു. ഇപ്പോൾ സ്വതന്ത്രമായിട്ട് ഇനി ഒരു ജീവിതം, അതും ആ ഒരു ഗ്യാരൻറ്റിയോടുകൂടി ഇനി അവർക്ക് ഏറ്റവും നന്മകൾ മാത്രമേ വരുള്ളൂ, ജീവിതത്തിൽ ഏറ്റവും നല്ലത് മാത്രമേ സംഭവിക്കൂ. ഇനി എന്തെങ്കിലും തിന്മകൾ വന്നു കഴിഞ്ഞാൽ അത് ജീവിതത്തെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് കിട്ടിയ പാഠങ്ങളാണ്. ആ പാഠങ്ങളെ അവസരങ്ങളായി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് പഠിച്ച പാഠങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ കൂടുതൽ നേട്ടങ്ങളിലേക്ക് ജീവിതം തിളക്കത്തോടെ മാറും. ഇത്തരം ചിന്തകളൊന്നും സാങ്കല്പികമല്ല. ഇത് ജീവിതം നമ്മെ പഠിപ്പിക്കുന്നവയാണ്. ജീവിതത്തിന് ജീവിതത്തിൻ്റേതായ ഒരു താളമുണ്ട്. അത് നമ്മൾ അറിയുകയും വേണം. വ്യക്തിഗതമായിട്ടുള്ള നേട്ടത്തിന് മാത്രമല്ല കേട്ടോ ആറ്റുകാൽ പൊങ്കാല. ഈ അനന്തപുരി ആതിഥ്യം വഹിച്ച ഈ മഹായജ്ഞം ലോക നന്മയ്ക്കു കൂടി ഉള്ളതാവട്ടെ. ജനമനസ്സുകളിൽ പുതിയൊരു അവബോധം ഉണ്ടാവട്ടെ. ആ അവബോധം ഇതാണ്: ജീവിതത്തിൽ പല പല പ്രതിസന്ധികൾ ഉണ്ടാവും. നമ്മുടെ തോൽവി എന്നൊന്നില്ല. ആ സമയത്ത് ജീവിതത്തിൽ ചില വെല്ലുവിളികൾ, ചലഞ്ചിങ് എന്ന് പറയും. ആ സമയത്ത് നമ്മൾ പാഠങ്ങളെ ഉൾക്കൊള്ളണം. കൂടുതൽ തിളക്കത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ പാഠങ്ങളെ ഉപയോഗിക്കണം. അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവസരങ്ങളെ കണ്ടുകൊണ്ട്, അതിൽ നിന്നുള്ള പാഠങ്ങളെ കണ്ടുകൊണ്ട് ജീവിതം നന്നായി ജീവിക്കുവാൻ എല്ലാവർക്കും കഴിയും. നമ്മുടെ ചാനലിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ എല്ലാവരെയും വിഷമിപ്പിക്കുന്നവയാണ്. നമുക്ക് ചുറ്റും നടന്നവ, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടു ഭയന്നവ ആരുടെ ലൈഫിലും വരാതിരിക്കട്ടെ. എൻ്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പൊങ്കാല ഇടുന്നതെന്ന് ഒരുപാട് അമ്മമാർ പറഞ്ഞു. എനിക്കും പറയാനുള്ളത് അതാണ്. നന്മയുള്ള മക്കളുണ്ടാവട്ടെ, നല്ലൊരു സമൂഹമുണ്ടാവട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നേർന്നുകൊണ്ട് സാഫ്രോൺ മീഡിയ.